ഹലോ, ഞാൻ ഈ ഒരു ബണ്ണി ഡോളിൻ്റെ ഫേസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം. ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ ഫേസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതൊന്ന് കാണിക്കുമോ എന്നുള്ളത്. അപ്പോൾ ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാമെന്ന് കരുതി. അപ്പോൾ ഞാൻ ഹെഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഐസ് വരുന്നത്. ഞാൻ ആമസോണിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. 300ൻ്റെ അടുത്ത് എന്തോണം പ്രൈസ് വന്നിട്ടുള്ളത്. എന്തായാലും ഞാൻ 10mm 2 ഐസ് എടുത്തിട്ടുണ്ട്. 10mm 2 ഐസ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഹെഡിലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇതേപോലെ ഐസ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് 17-16ാമത്തെ റൗണ്ടിൽ 8 സ്റ്റിച്ച് വിട്ടിട്ടാണ് കേട്ടോ ഈ ഒരു ഐസ് രണ്ടും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ബേസ് ഡീറ്റെയിലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒരു ബ്ലാക്ക് എംബ്രോയ്ഡറി ത്രെഡാണ്. ഇതേപോലെ ഒരു നീഡിലും വേണം. ഇനി ഇതിൻ്റെ നോസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഫസ്റ്റ് ഉള്ളുന്ന് ഇതേപോലെ നീഡിലുണ്ടെന്ന് കുത്തി കൊടുക്കാം. ആവശ്യത്തിനുള്ള നൂല് വലിച്ചെടുത്തതിന് ശേഷം കറക്റ്റ് ഇതിൻ്റെ സെൻട്രലായിട്ട് നീഡിൽ തുന്നി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ പുറത്തു കൂടെ എടുക്കുക. അതായത് നമ്മൾ എടുത്ത ഭാഗത്തു കൂടെ അല്ലാണ്ട് പുറത്തുകൂടെ എടുക്കുക. ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക. വീണ്ടും അതേ സൈഡ് കൂടി തന്നെ ഒന്നുകൂടി ചെയ്യാം. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ജസ്റ്റ് ഒന്ന് കെട്ടിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ടൈറ്റാക്കിയിട്ടൊന്ന് വലിച്ച് കെട്ടുക കേട്ടോ. അപ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു കട്ട് കിട്ടും. ഈ 2 കവിള് ഭാഗം കിട്ടും. അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, മാക്സിമം ടൈറ്റ് ചെയ്യുക. ഏകദേശം ആ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നോസ് ചെയ്യണം. അതിന് മുമ്പ് ഇവിടെ ഒരു ലൈനും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ആ സെയിം ത്രെഡ് തന്നെ എടുത്തിട്ടുള്ളത് കേട്ടോ. ജസ്റ്റ് വീഡിയോയിൽ ഞാൻ കറക്റ്റ് അളവ് പറയണില്ല. കാരണം നിങ്ങളെടുക്കുന്ന ഹെഡിൻ്റെയും ഞാനെടുത്ത ഹെഡിൻ്റെയും പാറ്റേൺ തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഞാൻ പറയുന്ന അളവായിരിക്കില്ല നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ഒരു ഐഡിയക്ക് ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ വീണ്ടും ഒന്ന് ലൈനിട്ട് കൊടുക്കാവേ. ഒന്നുകൂടി ചെയ്യാം. അതേപോലെ തന്നെ സെയിം സ്പേസിലൂടെ തന്നെ ഒന്നുകൂടി. പിന്നെ ഉണ്ടല്ലോ, ഇതേപോലത്തെ ഫേസ് ഡീറ്റെയിലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഇച്ചിരി കൂടി വലുപ്പമുള്ള നീഡിലെടുക്കണേ. എൻ്റെ അടുത്തുള്ളത് കുറച്ച് കുഞ്ഞു നീഡിലാണ്. അത് വെച്ച് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഇച്ചിരി കൂടി വലുപ്പമുള്ളത് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നുകൂടി സിമ്പിളായിട്ട് ഇതേപോലെ ചെയ്യാൻ പറ്റും കേട്ടോ. ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു നീഡിലും അതേപോലെ തന്നെ ജസ്റ്റ് ഇവിടെ ഒന്ന് ത്രെഡ് ചെയ്തെടുക്കും. ഇനി അതേപോലെ തന്നെ ഇതിവിടെ ജസ്റ്റ് ഒന്ന് എന്താ പറയുക കെട്ടിട്ട് കൊടുക്കണം കേട്ടോ. കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗം കട്ട് ചെയ്ത് കളയാം.
ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഐസിൻ്റെ കാര്യങ്ങൾ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്കൊരു വൈറ്റ് ത്രെഡ് എടുക്കാം കേട്ടോ. ഇനി ഇതേപോലെ ഒരു വൈറ്റ് ത്രെഡ് എടുക്കുക. എന്നിട്ടുണ്ടല്ലോ ഈ ഐസ് ഞാൻ ചെയ്തിട്ടുണ്ട്, അതേപോലെ ഈ ഐസ് കൂടി ഒന്ന് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. കറക്റ്റ് ഈ ഒരു സൈഡിലുള്ള ഐസിന് തൊട്ടടുത്തായിട്ടുള്ള സ്റ്റിച്ചിൽ നീഡിൽ കൊണ്ടുവരിക. ഈ ചെറിയ നീഡിലാവുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഈ ഒരു ഹോളിലായിട്ട് നീഡിൽ കൊണ്ടുവരാം. എന്നിട്ട് കറക്റ്റ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള സ്റ്റിച്ചിലും ഈ നീഡിൽ കൊണ്ടുവരാം. എന്നിട്ട് നേരെ പുറത്തോട്ട് കൊണ്ടുവരാം. എന്നിട്ട് ഇവിടെ വന്നിട്ട് നന്നായിട്ടൊന്ന് കെട്ടിട്ട് കൊടുക്കാം. ഇവിടെ ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ടൈറ്റായിട്ടൊന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഭാഗം ഇതേപോലെ ആവും കേട്ടോ. വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് മനസ്സിലാവണില്ല. നന്നായിട്ടൊന്ന് കെട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഭാഗം അതേപോലെ ആയിക്കോളും. ഓക്കെ, ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഡബിൾ നോട്ട് ഇട്ടോളൂ കേട്ടോ. ഓക്കെ, ഇനി ഉണ്ടല്ലോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള സൈഡിലും, അതായത് ഐസിൻ്റെ നേരെ താഴത്തുള്ള തൊട്ടടുത്തുള്ള സ്റ്റിച്ചിൽ അതേപോലെ തന്നെ ചെയ്യാം കേട്ടോ. കറക്റ്റ് സെൻറ്ററിലായിരിക്കണം. ഇനി കറക്റ്റ് ഇതിൻ്റെ നേരെ മുകളിലുള്ള സ്ഥലത്തും ഇതേപോലെ നീഡിൽ വെച്ചിട്ടൊന്ന് കോർക്കുക. എന്നിട്ട് ഇങ്ങനെ തന്നെ കൊണ്ടുവരാം. ഇതൊന്ന് സൈഡിലാക്കി കൊടുത്തതിന് ശേഷം ഇവിടെ നിന്ന് ടൈറ്റാക്കിയിട്ട് വലിക്കുക കേട്ടോ. നല്ല ടൈറ്റ് ആയിക്കോട്ടെ. എത്രത്തോളം ടൈറ്റാക്കാൻ പറ്റുന്നോ അത്രത്തോളം ടൈറ്റ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് ടൈറ്റ് ചെയ്യാം. ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഇതേപോലെ തന്നെ 4 സൈഡിലും ചെയ്യാം കേട്ടോ. ഞാൻ തൽക്കാലം സ്റ്റോപ്പ് ചെയ്യാണ്. ഇത്രയും മതി എന്ന് വിചാരിക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ ഐസ് ഡീറ്റെയിലിംഗ് ബാക്കി കൂടി ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ബ്ലാക്ക് ത്രെഡ് തന്നെ എടുക്കാം കേട്ടോ. അതെ, ബ്ലാക്ക് ത്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഒരു ലൈനാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഏകദേശം ഐസിൻ്റെ ഒരു തൊട്ട് മുകളിലുള്ള സെൻട്രലല്ലാണ്ട് ഇച്ചിരി കൂടി ഇങ്ങോട്ട് പോന്നിട്ട് ഇവിടെ നീഡിൽ കൊണ്ടുവരാം. നിങ്ങളുടെ ഒരു ഐഡിയക്ക് അനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. ഇതേപോലെ എത്രത്തോളം ലൈന് ചെയ്യണം അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഞാൻ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്നിട്ട് തിരിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ലൈന് വന്നിട്ടുള്ളത്. ഇനി ഇതേപോലെ ഈ സൈഡിലും ചെയ്യാം. സെയിം ത്രെഡ് തന്നെ ഒന്നുകൂടി ഈ ഭാഗത്താക്കിയിട്ട് സെയിം അതേ ലൈനിലൂടെ തന്നെ ചെയ്യാൻ നോക്കാം കേട്ടോ.
നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ റൈസിലും ചെയ്യാം. തിരിച്ച് കൊണ്ടുവരാം. ഐസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ ഐസ് എന്തോ ഒരു ബോറ് പോലെ തോന്നുന്നുണ്ട്. സോ ഞാനിതൊന്നുകൂടി അയച്ചിട്ട് ഇതൊന്നുകൂടി ചെയ്യാൻ പോവാണ്. ഈ ഐസ് കുഴപ്പമില്ല, ബെറ്ററായിട്ടുണ്ട്. ഇതേപോലെ ഇതൊന്നുകൂടി ചെയ്യണം. എൻ്റെ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഈ സ്റ്റിച്ചിൻ്റെ ഇച്ചിരി കൂടി പുറത്തുനിന്ന് എടുത്തത്, അത് കാരണമാണ് ഇതിങ്ങനെ വേറിട്ട് നിൽക്കുന്നത്. ഇത് ഞാൻ ഈ റൈസിൻ്റെ ഉള്ളിലുള്ള സ്റ്റിച്ച് നിന്നാണ് എടുത്തത്. അതുകൊണ്ട് ഇതൊന്നുകൂടി പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. സോ ഇതയച്ചാൽ ഇതെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതയച്ചിട്ട് ഇതും കൂടി ഒന്ന് ലെവലാക്കിയിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. അത് ഇത്രയും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഐബ്രോസും കൂടി ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഐബ്രോസൊക്കെ നിങ്ങളുടെ ഒരു ഐഡിയക്ക് ചെയ്യാം കേട്ടോ. ഞാൻ ഏകദേശം ഈ ഐസിൻ്റെ തൊട്ട് മേലത്തതിൻ്റെ ഇവിടുന്ന് ഏകദേശം ഈ ഒരു സൈഡിൽ നിന്നാണ് ചെയ്യാൻ വിചാരിക്കുന്നത്. നോക്കട്ടെ, അതിന് വേണ്ടിയിട്ട് നീഡിൽ ആ സ്പേസിലേക്കൊന്ന് കൊണ്ടുവരാം കേട്ടോ. ഇനി കറക്റ്റ് 1 2 3 4 നാലാമത്തെ സ്റ്റിച്ചിൻ്റെ മുകളിലുള്ള സ്റ്റിച്ചിലേക്ക് ഇതേപോലെ നീറ്റിലാക്കിയിട്ട് അതേപോലെ തന്നെ ഈ സൈഡിലേക്കും കൊണ്ടുവരാം കേട്ടോ. അതേപോലെ തന്നെ ഇവിടെ നിന്നും 1 2 3 4 നേരെ താഴത്തുള്ള സ്റ്റിച്ചിലേക്ക് കിട്ടും. വന്നിട്ടുള്ള ഭാഗം ഒന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഓവറായിട്ട് നല്ല ടൈറ്റ് ആക്കുക, പക്ഷെ നന്നായിട്ട് വലിക്കരുത്. വലിച്ച് കെട്ടേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. ഞാനത് ക്ലിയർ ചെയ്ത് തരാം. ഇത്രയും മതിയാവും. ബാക്കിയുള്ളതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഒരു ചെറിയ പണിയും കൂടി ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഒരു വൈറ്റ് യാണ് വേണം. അതൊന്ന് ജസ്റ്റ് നീറ്റിൽ കോർത്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഭാഗത്തായിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് അടിയിൽ നിന്ന് ഇതേപോലെ സ്റ്റാർട്ട് ചെയ്യാം. കറക്റ്റ് ഐസിൻ്റെ താഴ്ഭാഗത്ത് സെൻറ്ററിൽ താഴ് ഭാഗത്തായിട്ട് വേണമായിട്ട് വരാൻ വേണ്ടിയിട്ട് എന്നിട്ട് കറക്റ്റ് ഇവിടെ ഇതേപോലെ തന്നെ ഈ സൈഡിലും കൂടി ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. ഇതാണ് കേട്ടോ അതിൻ്റെ ബോഡി വരുന്നത്. ഞാൻ അത് ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള വീഡിയോ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ അതുകൂടി കാണിക്കാൻ നിന്നാൽ ഒത്തിരി ലേറ്റ് ആവും. അത് കാരണം തൽക്കാലം ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.